14th. സോ ഞാൻ നിവിൻ ചേട്ടൻ്റെ കൂടെയാണ് ആ ഒരു സീൻ ചെയ്തത്. December 14th. കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ നിവിൻ പോളിക്കെതിരായ ഗുരുതര പീഡനാരോപണവുമായി യുവതി രംഗത്തെത്തിയിരുന്നത്. ആരോപണത്തിന് പിന്നാലെ പീഡന പരാതിയിൽ അടിസ്ഥാനമില്ലെന്ന് നടൻ നിവിൻ പോളി തന്നെ പറഞ്ഞിരുന്നു. വാർത്താ സമ്മേളനത്തിലൂടെയായിരുന്നു നിവിൻ പോളി രംഗത്തെത്തിയിരുന്നത്. പരാതിക്കാരിയായ പെൺകുട്ടിയെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും താരം പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ ഇതാ സംഭവത്തിൽ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടി പാർവതി ആർ കൃഷ്ണ. പീഡനം നടത്തുന്നു എന്ന് പറയുന്ന ദിവസം നിവിൻ പോളിക്കൊപ്പം വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ സെറ്റിൽ താനും ഉണ്ടായിരുന്നു എന്നാണ് പാർവതി പറയുന്നത്. വിനീത് ശ്രീനിവാസൻ്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ ഞാനും ചെറിയൊരു വേഷം ചെയ്തിരുന്നു. December 14 നിവിൻ ചേട്ടൻ്റെ കൂടെയാണ് ഞാനത് ചെയ്തത്. ആ പറയുന്ന സ്റ്റേജിലെ ഷൂട്ടിൽ ഞാനും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്നലെ വാർത്ത കണ്ടിട്ട് പലരും എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അതുകൊണ്ടാണ് ഇക്കാര്യം ഞാൻ തുറന്നു പറഞ്ഞതെന്ന് നടി പറയുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം നടൻ ഫഹദ് മാനുവലും വിനീത് ശ്രീനിവാസനും നിവിൻ പോളി തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നാണ് പറഞ്ഞിരുന്നത്. 2023 December 14 സിനിമയുടെ സെറ്റിലുണ്ടായിരുന്ന നിവിൻ പോളി പിറ്റേ ദിവസം, അതായത് December 15 പുലർച്ചെ 3 മണി വരെ വിനീത് ശ്രീനിവാസനോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് ഫഹദ് പറയുന്നത്. ഇതിന് തെളിവായി ചില ചിത്രങ്ങളും താരം പങ്കുവച്ചിട്ടുണ്ട്. വിനീതും നിവിൻ പോളിയുമൊപ്പം ഫഹദ് മാനുവൽ എന്ന് പകർത്തിയ ചിത്രത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ സഹിതം പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഈ ഫോട്ടോയുടെ വിവരങ്ങൾ December 14 താൻ പകർത്തിയത് എന്ന് കാണാം. December 14 രാവിലെ 8 മണി മുതൽ 15 പുലർച്ചെ 3 മണി വരെ വിനീതേട്ടനും നിവിനും ഞാനും ഒരുമിച്ചുണ്ടായിരുന്നു. രാവിലെ 7 മണിയോടെ ഞങ്ങളെല്ലാവരും ഒത്തുകൂടി. 8:30 ആയപ്പോൾ തിയേറ്ററിനകത്തെ ഭാഗങ്ങൾ ചിത്രീകരിച്ചു തുടങ്ങി. എറണാകുളം ന്യൂക്ലിയസ് മാളിലായിരുന്നു ഷൂട്ടിംഗ്. അതിനുശേഷം ഒരു ഉദ്ഘാടന രംഗമാണ് ചിത്രീകരിച്ചത്. ഏതാണ്ട് 300ഓളം ജൂനിയർ ആർട്ടിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ രംഗങ്ങൾ ഉച്ച 3 മണിയോടെ തീർന്നു. പിന്നീട് ക്രൗൺ പ്ലാസയിലായിരുന്നു ചിത്രീകരിച്ചത്. അവിടെ ഇൻട്രോ സീൻ അടക്കം അവിടെ വെച്ചായിരുന്നു ചിത്രീകരിച്ചത്.